എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങി വരുവാണ് ബബിത. ബബിതയ്ക്ക് ആകെ ടെൻഷനാണ്. വന്ന് വാതിൽ ഓർക്കുന്നു. അലീനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണു മിഴിച്ച് നിന്നിട്ട് അലീനയോട് പറയുവാണ്, അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ കടയിൽ പോയി, നീ അച്ഛനെ പോയി കണ്ടിട്ട് വന്നാൽ മതിയെന്ന്. അന്നേരം അലീനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ സ്കൂളിൽ പറയുന്ന പോലെയാണല്ലോ, ഹെഡ് മാസ്റ്റർ പോയി കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ചിരിക്കുവാണ്. അന്നേരം അങ്ങനെയല്ല, നീ പോയി അച്ഛനെ കണ്ടിട്ട് വന്നാൽ മതി, എന്നോട് അമ്മ പറഞ്ഞായിരുന്നു നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കയറ്റണ്ടെന്ന്, അതുകൊണ്ട് പോയി അവരെ കണ്ടിട്ട് ഇന്നത്തേക്ക് കയറിയാൽ മതി, നിന്നെ ഞാൻ കയറ്റിയല്ല എന്ന് പറയും. അന്നേരം അങ്ങനെ പറഞ്ഞു അമ്മ അങ്ങനെ പറയുകയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയുമ്പം അലി പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അച്ഛനാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്, നീ ഇന്ന് പോയിട്ടില്ല, നീ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, ഞാൻ താക്കോലിന് വേണ്ടിയായിരുന്നു അച്ഛനെ വിളിച്ചത്, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരവും ബബിത പറയും, അത് പറ്റത്തില്ല, നീ പോയി അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയേ എന്ന്. അന്നേരം അലിന് പറയും, എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഫോൺ വിളിക്കാമല്ലോ, ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ, നീ ഫോൺ വിളിക്കേണ്ട, ഞാൻ ഫോൺ വിളിച്ചോളാം എന്ന് പറയും. എന്നാൽ നീ ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുവാണേ അലീനെ. അന്നേരം അതെനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കും, എന്നിട്ട് നീ അകത്ത് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ, അത് നീ ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചോ, ഇപ്പം അങ്ങ് മാറിയേരെ എന്ന് പറഞ്ഞിട്ട് അലീനെ അകത്തോട്ട് കയറുക. കയറി കഴിഞ്ഞ് ഈ പരിഭ്രമം കാണുമ്പം അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പോൾ ഇപ്പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ബബിത ചോദിക്കും, നീ എന്താ ഈ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇതിൻ്റെ അകത്ത് കള്ളം കയറിയോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ, കള്ളനൊന്നും കയറിയിട്ടില്ല, ഞാൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നല്ലോ ഇത്ര നേരം, കള്ളനൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അത് നിനക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല, ചില കള്ളന്മാരങ്ങനെയാണ്, കീ ഹോളിൽ കൂടിയും അകത്തേക്ക് കയറും എന്നിങ്ങനെ പറയും. എന്നിട്ട് അടുക്കളയിലും അവിടെ ഇവിടെ എല്ലാം നോക്കുവാണെങ്കിൽ താഴത്ത് റൂമൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ് ബബിത. ലാസ്റ്റ് മുകളിലേക്ക് പോകും എന്ന് തോന്നുന്നതേക്കും ബബിത, അതെ നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ എന്ന് ചോദിക്കും. അന്നേരം എന്തുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുവാണ്, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കിടക്കുമായിരുന്നു നീ വന്നപ്പം, ആ സമയത്ത് നീ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പം എൻ്റെ തലവേദന കൂടി എഴുന്നേറ്റ് വന്നപ്പം, അതുകൊണ്ട് എനിക്കൊരു ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് തരാമോ, മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്ന് ചോദിക്കുക. അന്നേരം എന്ത് ടാബ്ലറ്റാണ് നിനക്ക് വേണ്ടത്, തലവേദനയുടെയാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട്, അത് ഞാൻ തരാം, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വേദനയും മാറും എന്ന് പറയും. അന്നേരം അയ്യോ ആ ടാബ്ലറ്റ് പോരാ, എനിക്ക് വേറെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജി വരും, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവുകയാണേ. അന്നേരം അലീനെ സംശയത്തോടെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ബബിത അകത്ത് പോയി പൈസ എടുത്തുകൊണ്ട് ഓടി വരും. അന്നേരം അലീനയ്ക്കൊരു സംശയം. അലീന ചോദിക്കുന്നത്, എനിക്ക് എന്ത് ടാബ്ലറ്റാണ് വേണ്ടത്, അതിൻ്റെ പേരൊന്ന് പറഞ്ഞേ എന്നങ്ങനെ പറയുവാണ്. അന്നേരം പേര് പറയും. അന്നേരം ഇങ്ങനൊരു ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം ബബിത, നീ ഫാർമസിസ്റ്റൊന്നും അല്ലല്ലോ, പിന്നെ ഇങ്ങനെ നിനക്ക് ഇത്ര സംശയം തോന്നേണ്ട കാര്യം, ഏതായാലും ഞാൻ പറഞ്ഞ ഗുളിക നീ പോയി മേടിച്ചുകൊണ്ട് പോവാ എന്ന് പറയുമ്പം, അതെ അന്ന് എഴുതി തരാം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, അതുകൊണ്ടൊന്ന് എഴുതി താന്ന് പറയുമ്പോൾ എഴുതിയും തരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകും. അന്നേരം അലീനയ്ക്ക് സംശയമാണ്. അലീന ഇടയ്ക്കൊക്കെ ഒന്ന് പയ്യെ 2-3 സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയിട്ട് മുകളിലോട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുന്ന നിൽക്കുവാണ്. അതൊക്കെ ബബിത അത് എഴുതിക്കൊണ്ട് കൊടുക്കും. അന്നേരം അലീന പറയുവാണ്, അതെ എനിക്ക് സംശയമുണ്ട്, മുകളിൽ ഒരു കള്ളനുണ്ടോ എന്ന്, ഞാൻ അവനെ കണ്ടു, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവാണ്. ബബിതയ്ക്ക് ആകെ ടെൻഷനായി. മുകളിലോട്ട് നോക്കി ഇനി എന്താ ചെയ്യേണ്ടേ നോക്കി ഓർത്തിങ്ങനെ നിൽക്കുക. അലീന പോയി റൂമൊക്കെ തുറന്നു നോക്കും. ഈ തേനീച്ചത്തലേന് ഇരിക്കുന്ന റൂമിലും തുറന്നു നോക്കുന്നുണ്ട്, പക്ഷേ ആ വാതിലിൻ്റെ പുറകെ പമ്മി ഇരിക്കുന്നുണ്ട്, കാണിയില്ല. ഏതായാലും അവിടുത്തെ റൂമെല്ലാം തുറന്ന് നോക്കിയതിന് ശേഷം അലീന താഴേക്ക് വരാൻ തുടങ്ങുമ്പം അവൻ ആ റൂമിൽ ഇരിക്കുന്ന ഒരു ബാറ്റോ ഏതാണ്ട് തട്ടി താഴെയിടും. അന്നേരം ശബ്ദം കേട്ട് അലീന ആ റൂം പോയി തുറക്കും. എന്നിട്ട് ഇവനെ കാണും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, താൻ ആരാ, താൻ എന്തിനാ എൻ്റെ കയറി ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ അമൽ എന്ന് പറയും. അതെ അമലാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെയാണോ ഒരു വീട്ടിൽ വരുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ഡീസൻ്റ് ആമ്പിള്ളേർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അതൊക്കെ അവൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങി വരുവേ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ എന്ന്. അന്നേരം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അലീന ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇനി ഈ വീട്ടിൽ വരരുത് എന്ന്, അന്ന് ഞാൻ താക്കീത് ചെയ്തതാണ്, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് അമൽ ചോദിക്കുവാണ്, നീ അതിന് ഇവിടുത്തെ വേലക്കാരി എന്തില്ല അല്ലേ, പിന്നെ ഇതിനെ നീ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നേ എന്ന്. അപ്പോഴത്തേക്കും ബബിതയും താഴെ നിന്ന് കയറി വരും. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇവൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന്. അന്നേരം അലീന ചോദിക്കും, നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, ഈ വീട്ടിൽ ആരും ഇല്ല എന്നല്ലേ, ഇപ്പോൾ എങ്ങനെ നിൻ്റെ ഫ്രണ്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ബബിത പറയുവാണ്, ഇത് എൻ്റെ വീടാണ്, എനിക്കിഷ്ടമുള്ളവരൊക്കെ ഞാൻ ഈ വീട്ടിൽ വിളിച്ചു കയറ്റും, ചിലപ്പോൾ അവർ ഒളിച്ചിരിക്കും, ചിലപ്പം ഓടി നടക്കും, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല, നീ ആരേതൊക്കെ അന്വേഷിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ
അലീന പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ്, അതുകൊണ്ട് ഈ രീതിയിലുള്ള തോന്നിയാസമൊന്നും ഇതിൻ്റെ അകത്ത് നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ നീ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണണമല്ലോ, നമുക്ക് ഇവിടുന്ന് പോകണ്ടാമല്ലേ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഇവളെന്നാ ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് പറയുമ്പം ഇവളെന്നാ ചെയ്യാനാ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം അമൽ പറയുന്നുണ്ട്, നീ കൂടുതൽ ആളൊന്നും കളിക്കണ്ട, ഇവളെ നീ രക്ഷിക്കാനും നോക്കണ്ട, അതൊന്നും ഇനി നടക്കുന്ന കാര്യവുമല്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അങ്ങനെയാണോ, എങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അലീന നേരെ താഴേക്ക് വരുന്നു. അന്നേരം ടെൻഷനോടെ ബബിത പറയുന്നുണ്ട്, അവൾ അച്ഛനെ വിളിക്കാൻ പോയതായിരിക്കും, ഇനി ഇവിടെ നിന്ന് ശരിയായില്ല, നമുക്ക് പോകാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അന്നേരം അലീന ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കണോ അതോ ഇവിടുന്ന് പോവുമോ, ഏതാ നടക്കേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, നീ അച്ഛനെ വിളിച്ചു, പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് പോകും, ഞാൻ ഇവൻ്റെ കൂടെ പോകും, അച്ഛനോട് നീ പറഞ്ഞാൽ മതി ഞാൻ ഇവൻ്റെ കൂടെ പോയിന്ന്, അച്ഛൻ എൻ്റെ പുറകെ വരട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും അവൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, അവൻ്റെ കൂടെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അച്ഛൻ വരട്ടെ, അച്ഛനോട് ചോദിച്ചിട്ട് നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, അല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം നിൻ്റെ സമ്മതം എനിക്ക് വേണ്ട, അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അവിടെ കിടന്ന് പിടുത്തം കൂടുവാണേ. അപ്പം വാതിലിൻ്റെ അവിടെ ക്രോസ് ചെയ്ത് നിൽക്കുവാണ് അലീന, ബബിത ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി. അന്നേരം അവൻ പുറത്ത് നിന്ന് പറയുന്നുണ്ട്, ബബി അവളെ തല്ലി മാറ്റിയിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേഷ്യം വന്നിട്ട് അലീന ബബിത അങ്ങ് തള്ളിയിടും അകത്തേക്ക്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, നിൻ്റെ കൂടെ വന്നോ, ഞാൻ വരാടാ, എങ്ങോട്ടാ വരണ്ടേ, ഞാൻ വരാം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നൊരു ചൂലെടുത്ത് അവനെ തല്ലുവാണ്. അവനെന്തെങ്കിലും ഓടി വണ്ടി കയറി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, ബബി ഞാനിപ്പോൾ പോവാട്ടോ, നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ. എന്തായാലും അവനെ ഓടിച്ച് വിട്ടിട്ട് അലീന തിരിച്ച് കയറി വരും. എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഇതായിരുന്നോടി നിൻ്റെ ഇവിടുത്തെ പരിപാടി, നീ എന്താ എന്നോട് പറഞ്ഞത് ഈ വീട്ടിൽ ആരുമില്ല എന്ന്, എന്നിട്ട് നീ അവനെ വിളിച്ച് നിൻ്റെ മുറി കയറ്റി വെക്കുമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞത് ഇവിടെ കള്ളനില്ല എന്നാണ്, അമൽ കള്ളനല്ല, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയും. അന്നേരം ഏത് ഫ്രണ്ടിനെയാണേലും നീ നിൻ്റെ റൂമിൽ കയറ്റി വെച്ച് ഇപ്പം ചെയ്തുകൊണ്ടിരുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമല്ല പ്രായങ്ങളാണ്, അതിൻ്റെ അങ്ങേയറ്റത്ത് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പം ഒരു കയറോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ ആയിരിക്കും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, അവൻ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ എന്നെ വിവാഹം കഴിക്കും എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അതിന് എന്താ ഒരു ഉറപ്പുള്ളത്, സ്നേഹിക്കാൻ കണ്ടിയ ഒരു മുതൽ, എടി അവന് നല്ലൊരു ജോലിയുണ്ടോ, അവന് വീടുണ്ടോ, വീട്ടുകാരുണ്ടോ, അവൻ്റെ സ്വഭാവം എന്താണ്, എന്തെങ്കിലും നിനക്കറിയാവോ, അവൻ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്കെല്ലാം സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പത്രത്തിൽ ദിവസവും വരാറുണ്ട്, അതൊന്നും നീ കാണാറില്ലല്ലോ, കാരണം നീ ഒന്നും പത്രം വായിക്കുകയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, നീ ഇതിൻ്റെ അകത്തൊന്നും കൂടുതൽ ഇടപെടേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന്. അന്നേരം അലീന പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇപ്പം ഞാൻ കണ്ടതും സംഭവിച്ചതുമല്ല അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട അച്ഛനെ വിളിച്ച് പറയണ്ട എന്ന് പറയും. അന്നേരം അലീന പറയും, എങ്കിൽ നിൻ്റെ അമ്മയെ വിളിച്ച് പറയും, ഞാൻ പറഞ്ഞതാണോ നീ ചെയ്തതാണോ ശരി എന്ന് അറിയണ്ടേ എന്നിങ്ങനെ പറയുമ്പം വീണ്ടും ബബിത പറയുന്നുണ്ട്, അവരെയൊന്നും വിളിച്ച് പറയണ്ട, എനിക്ക് അവനെ ഇഷ്ടമാണ്, അത്ര തന്നെ, അതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, ലോകത്തിൽ പ്രായപൂർത്തിയായ പെണ്ണും ആണും സ്നേഹിക്കാറുണ്ട് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് സ്നേഹം, നീ ഇപ്പം കാണിച്ചത് കാമം, അതുകൊണ്ടാണ് ആരുമില്ലാത്ത സമയത്ത് അവനെ റൂമിലേക്ക് വിളിച്ച് കയറ്റിയത്, അതിന് ഈ രീതിയിലല്ല ശരിക്കും പ്രതികരിക്കേണ്ടത്, നീ നിൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ, അതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിനകത്ത് നീ കൂടുതൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ബബിത അകത്തേക്ക് കയറി പോകുന്നു. ആകെ ദേഷ്യം വരുന്നുണ്ട് അലീനയ്ക്ക്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോകും. റൂമിൽ വന്നു കഴിഞ്ഞ് ബാഗ് എടുത്ത് വെച്ച് ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴാണ് എല്ലാ ഡ്രസ്സും കീറി വെച്ചേക്കുന്നു. എല്ലാം എടുത്തിങ്ങനെ നോക്കും. അപ്പം എല്ലാം കീറി വെച്ചേക്കുന്ന കണ്ട് ആകെ വിഷമിച്ച് കുറച്ച് നേരം അവിടെ ആ കട്ടിലിൽ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവേ. അത് കഴിഞ്ഞ് അലീന മുറ്റം തൂക്കാനൊക്കെ ആയിട്ട് കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. ചൂലും അടിച്ചു വാരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണമോൾ വരുന്നത്. കൃഷ്ണമോൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് വരുവാട്ടോ, വീട്ടിലാരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അന്നേരമാണ് അലീനയെ കാണുന്നത്. ഭയങ്കര സന്തോഷമാവും. ചേച്ചി എന്ന് പറഞ്ഞ് ഓടി എടുത്തിട്ട് വരും. എന്നിട്ട് എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉച്ചയ്ക്കാണ് വന്നത് എന്ന് പറയും. ഇവിടെ ആരും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ബബിത ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അലീനയ്ക്ക് ആകെ ദേഷ്യമാണ് ബബിതയുടെ കാര്യം പറയുമ്പോഴേ.
എന്നിട്ട് അലീന കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, മോളെ എൻ്റെ ബാഗിലിരുന്ന എൻ്റെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കും, അതാരാ അങ്ങനെ ചെയ്തത്? ആകെ വിഷമമായിപ്പോയി എനിക്ക്, ഇനി ഞാൻ അതെല്ലാം വേറെ മേടിക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമത്തോടെ പറയുക. അന്നേരം അതാരാ ചേച്ചി അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ അതാരാണ് എന്നറിയത്തില്ല, ആരാണെങ്കിലും കഷ്ടമായിപ്പോയി, ഇനി ഞാൻ അതെല്ലാം വേറെ മേടിക്കണ്ടേ എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ പറയുവാണ്. അന്നേരം കൃഷ്ണമോളി ചോദിക്കും, ഇത് അച്ഛനോട് പറഞ്ഞു എന്ന്. അന്നേരം ഇല്ല, അച്ഛനോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ വന്നപ്പോഴല്ലേ അതൊക്കെ കണ്ടത്, ഏതായാലും ആരായാലും കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പിന്നെ അന്നേരം എന്തൊന്ന് ഞാൻ നോക്കട്ടെ, ചേച്ചിയുടെ റൂമിലല്ലേ ബാഗ് ഇരിക്കുന്നത്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയി ബാഗ് തുറന്ന് ഓരോന്ന് നോക്കുമ്പോൾ എല്ലാം കീറി വെച്ചേക്കുന്ന കൃഷ്ണമോളും കാണുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ബബിതയായിട്ട് സംസാരിക്കുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. അന്നേരം ബബിത പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ നീയൊന്നും കൂടുതൽ ഇടപെടണ്ട, അവൾ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് കൃഷ്ണമോൾ അലീനയുടെ ഡ്രസ്സെല്ലാം കീറി വെച്ചേക്കുന്ന കാര്യം പറയും. അന്നേരം ബാലേന്ദ്രൻ അതെല്ലാം എടുത്ത് നോക്കിയിട്ട് രണ്ടെണ്ണത്തിനെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട്, ഇത് ആരാ ചെയ്തതെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലാതെ ബബിത പറയുന്നുണ്ട്, ഞാനാ ഇത് ചെയ്തതെന്ന്. നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രന്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കണം, ബാലേന്ദ്രൻ്റെ മകളായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇഷ്ടപ്പെട്ടിട്ടില്ല ബബിതയ്ക്ക്. ഏതായാലും ബാലേന്ദ്രൻ പോയി കഴിയുമ്പം ബബിത കൃഷ്ണമോളോടും അലീനയോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ നീയൊന്നും വരണ്ട, എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, നിനക്ക് നന്നാവാൻ ഒരു ചാൻസ് കൂടെ ഞാൻ തന്നതാണ്, നിൻ്റെ ജീവിതമാണ് നശിച്ചു പോകുന്നത് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നശിച്ചാലും നീ എന്നെ സഹായിക്കാൻ വരണ്ടെന്ന്. അന്നേരം അലീന പറയും, ഞാനേ അവസാനം കാണുള്ളൂ എന്ന്. അന്നേരം ബബിത പിന്നെ അഹങ്കാരത്തോടു കൂടി തന്നെ പറയുവാണ്, എൻ്റെ ജീവിതം നശിച്ച് നാരായണക്കല്ല് പിടിച്ചാലും നീ എന്നെ സഹായിക്കാൻ വരണ്ട പിശാചേ എന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.